ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മയണൈസ് ഉണ്ടാക്കും. അതുപോലെ ഏതെങ്കിലും ഒരു ചട്നി ഉണ്ടാക്കും. ഗ്രീൻ ചട്നിയോ അല്ലെങ്കിൽ തക്കാളി മാത്രമായിട്ടുള്ള ചട്നിയോ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. മന്തിക്ക് നമ്മൾ മയണൈസ് മാത്രം കൂട്ടാതെ ആ ഒരു ചട്നിയും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ എന്തായാലും വേണം. അപ്പോൾ ഈ പുതിനയില വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു 2 ദിവസം ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കേടായി പോകാറാണ് പതിവ്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് മല്ലിയിലയും കിട്ടി, പുതിനയിലയും കിട്ടി, പിന്നെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സവോള, ഒരു മീഡിയം സൈസ് ഒരു സവോള എടുത്ത് ചെറിയ പീസായിട്ട് മുറിച്ചിട്ടു, ഒരു 2 അത്യാവശ്യം എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു പകുതി നാരങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പകുതി നാരങ്ങ എടുത്താൽ എന്താണെന്ന് വെച്ചാൽ ഒരു വിനാഗിരിയും കൂടെ കുറച്ചൊഴിക്കും കേട്ടോ. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനതെല്ലാം ചെറിയ പീസാക്കി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒരിച്ചിരി ചേർത്തോളൂ, ഒരു സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ മാത്രം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഒരു മിനിറ്റിന് താഴെ നമ്മൾ അടിക്കുമ്പോൾ തന്നെ നല്ല പേസ്റ്റായി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് കേട്ടോ. പ്രത്യേകിച്ച് മന്തിക്ക് നമ്മളിത് മയണൈസിൻ്റെ കൂട്ടത്തിൽ മയണൈസും ഈ ഒരു ചട്നിയും അതുപോലെ മന്തിയും കൂടി ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടേസ്റ്റാണ്. മിക്കവാറും മന്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഞാൻ മയണൈസിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഗ്രീൻ ചട്നി ഇവിടെ ഉണ്ടാക്കിയെടുക്കാറാണ് പതിവ്. മക്കൾക്ക് അത് ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ ഫുഡ് കഴിക്കാൻ വിശപ്പോ ആയിട്ടുണ്ട് എല്ലാവർക്കും. ഞാൻ അപ്പോൾ ഫുഡ് വിളമ്പുമ്പോൾ തന്നെ ഒരു വലിയ പാത്രത്തിലോട്ട് മന്തി റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലോട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി അങ്ങനെ വലിയൊരു പ്ലേറ്റിൽ മന്തി വിളമ്പാണ്. ഇന്നിപ്പോൾ നേരത്തെ വിശപ്പും ആയിട്ടുണ്ട്. എന്ന് 2 മണിയായാലും ഫുഡ് കഴിക്കാനും വിളിച്ചാൽ വരാത്ത മക്കൾ ഇന്നിപ്പോൾ 12:30 ആയപ്പോൾ തന്നെ ഇതേ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതേ മന്തിയെല്ലാം വിളമ്പി റെഡിയാക്കിയിട്ട് ഞങ്ങൾ 3 ആളും കൂടെ കഴിക്കാനിരുന്ന്. അപ്പോൾ ഞാൻ ഈ മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. പിന്നെ കൂട്ടത്തിൽ ഈ ഗ്രീൻ ചട്നിയും കൂടെ ആക്കി റെഡിയാക്കി ഒന്ന് കഴിച്ച് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് മറ്റ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ മന്തി.